ഏവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മധ്യേഷ്യയിൽ യുദ്ധം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ഇസ്രായേലിന്റെ വിഖ്യാതമായ 7 ലെയർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കി ഇറാന്റെ വജ്രായുധമായ ഖൊറം ഷഹർ 4 മിസൈലുകൾ ഉപയോഗിച്ച ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ ബെൻ ഗുറിയോൻ വിമാനത്താവളത്തിലും അവരുടെ എയർഫോഴ്സ് ബേസിലും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇസ്രായേലിന്റെ നെഞ്ചു പുലർത്തിക്കൊണ്ട് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതല്ലെങ്കിൽ IRGC ഇന്നലെ നടത്തിയ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ സൈനിക സമവാക്യങ്ങളെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്രായേലി പ്രതിരോധ നിരയെ വെട്ടിച്ചുകൊണ്ടാണ് ഇറാന്റെ ഖൊറം ഷഹർ 4 മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 ടണ്ണോളം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഖൊറം ഷഹർ 4 മിസൈലുകൾ ഇസ്രായേലിന്റെ റഡാറുകളുടെ കണ്ണുവെട്ടിച്ചാണ് ടെൽ അവീവിന് സമീപമുള്ള ബെൻ ഗുറിയോൻ എയർപോർട്ടിൽ ആഞ്ഞടിച്ചിട്ടുള്ളത്. അയൺഡോമും ആരോ മിസൈലുകളും ഈ ഭീമൻ മിസൈലുകൾക്ക് മുന്നിൽ നിസ്സഹായരായ കാഴ്ചയാണ് കഴിഞ്ഞ രാത്രി നമ്മൾ കണ്ടത്. ആക്രമണത്തിന്റെ യഥാർത്ഥ നാശനഷ്ടങ്ങൾ പുറത്തുവിടാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല. നാണക്കേട് ഭയന്ന് ഭൂരിഭാഗം വാർത്തകളും അവർ സെൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബെൻ ഗുറിയോൻ വിമാനത്താവളത്തിലെ പ്രധാന റൺവേകളും സാങ്കേതിക വിഭാഗങ്ങളും തകർന്നതായാണ് പുറത്തുവരുന്ന സൂചനകൾ. ബെൻ ഗുറിയോൻ എയർപോർട്ട് തകരുന്നത് ഇതാദ്യമല്ല എന്നോർക്കണം. മുമ്പ് ഹൂത്തികൾ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിലും ഈ വിമാനത്താവളം പല തവണ തകർന്നിരുന്നു. അത് നന്നാക്കി വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ തുടങ്ങുമ്പോഴേക്കും അടുത്ത പ്രഹരം എത്തുന്ന കാഴ്ചയാണ് ഇസ്രായേലിൽ തുടരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഈ വിമാനത്താവള നിർമ്മാണം ഇപ്പോൾ ഏതാണ്ട് നിത്യ തൊഴിലായിട്ടാണ് മാറിയിരിക്കുന്നത്. വിമാനത്താവളം നന്നാക്കാൻ എത്തുന്ന ആശാരിമാർക്കും വെൽഡർമാർക്കും പെയിന്റർമാർക്കും ഒക്കെ ഇനി എയർപോർട്ടിന് ചുറ്റും ക്വാർട്ടേഴ്സ് അടിച്ച് താമസം കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. എങ്കിലും നന്നാക്കി തീരുമ്പോഴേക്കും അടുത്ത ഖൊറം ഷഹർ മിസൈൽ വഴിയിലുണ്ടാകും എന്നതാണ് സത്യം. അതോടൊപ്പം മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ലോകരാജ്യങ്ങളിലേക്ക് വ്യാപിക്കുക കൂടി ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണേണ്ടത്. ഇറാൻ സൈപ്രസിനെ ആക്രമിച്ച ശേഷം സൈപ്രസിനെ സംരക്ഷിക്കാൻ ഇപ്പോൾ യൂറോപ്പും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സൈപ്രസ് എന്നത് ഒരു യൂറോപ്യൻ അംഗരാജ്യമാണ്. സൈപ്രസിനെ ആക്രമിക്കുന്നത് വഴി മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളെയും യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനും അതുവഴി പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനും ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് യൂറോപ്പിനെ കൂടി യുദ്ധത്തിലേക്ക് ഇറക്കാൻ വേണ്ടി ഇറാൻ കരുതിക്കുട്ടിയാവണം സൈപ്രസിനെ ആക്രമിച്ചത്. അതല്ലാതെ സൈപ്രസിനെ ഇപ്പോൾ ഈ അവസരത്തിൽ ആക്രമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇറാനിയൻ ആക്രമണത്തിന് ശേഷം സൈപ്രസിനെ സംരക്ഷിക്കാൻ ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ നാവിക കപ്പലുകൾ അയക്കുന്നതായിട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ കടലിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഇറാന്റെ മിസൈലുകൾക്ക് ഈ ഭീമൻ കപ്പലുകളെ നിഷ്പ്രയാസം കടലിൽ താഴ്ത്താൻ കഴിയുമെന്ന യാഥാർത്ഥ്യം യൂറോപ്പ് തിരിച്ചറിയുന്നുണ്ടാവില്ല. ശരിക്കും മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഈ യുദ്ധം ലോക മേധാവിത്വത്തിന് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ലോകരാജ്യങ്ങളുടെ മേൽ അമേരിക്കൻ മേധാവിത്വവും അടിച്ചേൽപ്പിക്കലിലും ഭൂരിപക്ഷം രാഷ്ട്രങ്ങളും അസംതൃപ്തരാണ്. അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിലൂടെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ശരിക്കും ഇസ്രയേലും മൊസാദുമാണ് ഇക്കാര്യത്തിൽ അമേരിക്കയെ സഹായിക്കുന്നത്. ലോകം മുഴുവൻ അമേരിക്ക കുഴപ്പങ്ങൾ വിതയ്ക്കുന്നത് ഇസ്രയേലിന്റെ മൊസാദ് എന്ന ചാരസംഘടനയെ ഉപയോഗിച്ചാണ്. മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികളെ സൃഷ്ടിച്ച് അവരെ അടിച്ചൊതുക്കാനെന്ന വ്യാജേന ദുർബലരായ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ അമേരിക്കൻ നേതൃത്വത്തിൽ ആക്രമിച്ച് അസ്ഥിരമാക്കുന്നു. ഇത് മിഡിൽ ഈസ്റ്റിലെ എണ്ണ സമ്പത്തിന്റെ വിഹിതം പിടിച്ചു പറിക്കാനുള്ള തന്ത്രം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏഷ്യൻ ഇടനാഴി കൈവശപ്പെടുത്താനാണ് അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചത്. അവിടെ നിന്ന് വൻ നഷ്ടത്തോടെ അമേരിക്കയ്ക്ക് തിരിച്ചോടേണ്ടി വന്നു. അസ്ഥിരവും അസ്വസ്ഥവുമായ യുദ്ധങ്ങൾ നിറഞ്ഞ രാജ്യങ്ങളെയാണ് അമേരിക്കയ്ക്ക് എപ്പോഴും ഇഷ്ടം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെയാണ് അമേരിക്കൻ ആയുധങ്ങൾ വിറ്റഴിക്കാൻ സൗകര്യമുള്ളത്. പാകിസ്ഥാൻ അമേരിക്കയുടെ ഇഷ്ടരാജ്യമാകുന്നത് ഇക്കാര്യം കൊണ്ടാണ്. ഇന്ത്യയുമായി സ്ഥിരം തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാൽ പാകിസ്ഥാൻ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന് ആയുധ കച്ചവട കമ്മീഷൻ വൻതോതിൽ വസൂലാക്കുകയും ചെയ്യാം. ഇതിലൂടെ അമേരിക്കൻ ആയുധങ്ങൾ വൻതോതിൽ പാകിസ്ഥാനും വിറ്റഴിക്കാൻ കഴിയും. എന്നാൽ ഇറാനുമായുള്ള യുദ്ധം അമേരിക്കൻ സ്വപ്നങ്ങളെ തകർക്കാനാണ് സാധ്യത വളരെയുള്ളത്. ഇറാന്റെ അതല്ലെങ്കിൽ ചൈനീസ്, റഷ്യൻ, കൊറിയൻ ആയുധങ്ങൾ അമേരിക്കൻ, ഇസ്രായേൽ ആയുധങ്ങളെക്കാൾ മികച്ചതാണെന്ന് തെളിയിക്കപ്പെടുന്നതാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ നഷ്ടത്തിന്റെ കണക്കുകൾ ഇസ്രായേലിനെയും അമേരിക്കയും വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണെന്നും കാണാം. ഇറാന്റെ ഡ്രോണുകളുടെ വില കേവലം $20,000 മുതൽ $50,000 വരെ മാത്രം വിലയുള്ളതാണ്. ഇതിനെ തടയാൻ ഉപയോഗിക്കുന്ന അമേരിക്കൻ ഇന്റർസെപ്റ്റർ ഒന്നിന് $1 ലക്ഷം മുതൽ $12 മില്യൺ വരെ ചിലവാക്കേണ്ടി വരുന്നുണ്ട്. സാധാരണ ഇറാൻ അയക്കുന്ന ഒരു മിസൈലിനെയോ ഡ്രോണിനെയോ തകർക്കാൻ 2 ഇന്റർസെപ്റ്ററുകളാണ് ചിലവാക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ
ഖൊറം ഷഹർ പോലുള്ള ഇറാന്റെ പവർ കൂടിയ മിസൈലുകളെ തകർക്കാൻ 7 ഇന്റർസെപ്റ്ററുകൾ വരെ ഇസ്രായേലിന് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ മിസൈലുകളെ തടയാൻ ശ്രമിക്കുന്നതിലൂടെ വൻ സാമ്പത്തിക നഷ്ടമാണ് ഇവർ നേരിടുന്നത്. എന്നാൽ ഒരേ സമയം 50ഉം 100ഉം മിസൈലുകൾ ഇറാനിൽ നിന്നും ഒരുമിച്ചെത്തിയാൽ അയൺ ഡോം, ടാഡ് പോലുള്ള സംവിധാനങ്ങൾക്ക് ബ്ലൈൻഡ് സ്പോട്ടാണ് ഉണ്ടാവുന്നത്. അത് നിശ്ചലമാവുകയും അവയെ തടയാനും കഴിയില്ല. ഈ വ്യോമ പ്രതിരോധ സംവിധാനം അതിലൂടെ പൂർണ്ണമായും നിശ്ചലമാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇസ്രായേലിൽ മിസൈലുകൾ ശരിക്കും വീഴുന്നു എന്ന് പറയാൻ കാരണം. ഇത് തന്നെയാണ് കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലിൽ മിസൈൽ മഴ പെയ്തു എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണവും. ഇറാനിൽ നിന്നും വളരെ എണ്ണം കുറഞ്ഞ, അതായത് 3ഓ 4ഓ മിസൈലുകൾ അയക്കുമ്പോൾ മാത്രമാണ് അവയെ തകർത്തു എന്ന് ഇസ്രായേൽ വീമ്പിളക്കുന്നത്. അതേസമയം എണ്ണം കൂടുതൽ അയച്ചു കഴിഞ്ഞാൽ ഇവയൊന്നും ഇസ്രായേലിന് തൊടാൻ കഴിയില്ല. ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് മിസൈലുകളെ തടയാതിരിക്കാനും കഴിയില്ല. ഇല്ലെങ്കിൽ മുഴുവൻ രാജ്യവും 2 ദിവസം കൊണ്ട് ഇറാൻ ബോംബിട്ട് തകർത്തിരിക്കും. എന്നാൽ എന്തുകൊണ്ട് ഇറാനിൽ വലിയ ആക്രമണങ്ങൾ നടന്നതായി നമ്മൾ സോഷ്യൽ മീഡിയകളിലും യൂട്യൂബിലും മറ്റ് വാർത്താ മാധ്യമങ്ങളിലും എല്ലാം കാണുന്നു? അതിന് കാരണം ശരിക്കും ഇസ്രായേൽ അയക്കുന്ന മുഴുവൻ മിസൈലുകളെയും തടയാൻ ഇറാൻ ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. തുറന്ന പ്രദേശങ്ങളിലേക്ക് വരുന്ന മിസൈലുകളെ അവർ തീരെ തടയുന്നില്ല. എന്നാൽ വലിയ പട്ടണങ്ങളിലേക്ക് വരുന്ന മിസൈലുകൾ റഷ്യയുടെയും ചൈനയുടെയും ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ച് അവർ തകർക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മരണനിരക്ക് ഇതുവരെ ഇറാനിൽ കുതിച്ചുയരാത്തത്. ഏതാണ്ട് 1230 പേരെങ്ങാണ്ടേ ഉള്ളൂ ഈ 6-7 ദിവസമായിട്ട് ഇറാനിൽ മരിച്ചിട്ടുള്ളൂ. എന്നാൽ കണക്കെടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇസ്രായേലിലും അമേരിക്കൻ സൈന്യത്തിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. തന്നെയുമല്ല, ഇറാനിലെ പ്രധാന നഗരങ്ങളിലേക്ക് വീഴുന്ന മിസൈലുകളെ തടയാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ ഏതാണ്ട് 30,000-ലധികം പേരെ കൊന്നൊടുക്കുകയാണ്. അതാണ് ഗസയിലും സംഭവിച്ചത്. ഇറാൻ വിശാലമായ ഒരു പ്രദേശമായതിനാൽ തുറന്ന സ്ഥലങ്ങളിലേക്ക് മിസൈൽ വീണാലും കാര്യമായ നഷ്ടമൊന്നും ഉണ്ടാവുന്നുമില്ല. ശരിക്കും ഈ യുദ്ധത്തിലൂടെ അമേരിക്ക തീർത്തും പാപ്പരാവുന്നത് നമുക്ക് കാണാൻ കഴിയും. യുദ്ധം നീണ്ടു നിൽക്കുന്തോറും അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇറാനെ സംബന്ധിച്ച് അവർക്ക് 4-5 കൊല്ലം യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ കരുതിയിട്ടുണ്ടെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ റഷ്യയും ചൈനയും കൊറിയയും ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. ഇതിലെ ഏറ്റവും ദുഃഖകരമായ കാര്യം, അമേരിക്കയ്ക്ക് ഉള്ളതിനേക്കാൾ ശക്തി കൂടിയ മിസൈലുകൾ ഇറാൻ ഓരോ ദിവസവും പുറത്തെടുക്കുന്നതാണ്. അത് ട്രംപിനെ അമ്പരപ്പിക്കുകയാണ്. ഞങ്ങളോട് കളിക്കരുത് എന്ന് ഇറാൻ പലതവണ അമേരിക്കയ്ക്ക് താക്കീത് നൽകിയിട്ടുള്ളത് കേൾക്കാത്തതിന്റെ ഫലമാണിത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഫസ്റ്റ് എന്ന നയം സ്വീകരിക്കുന്നയാളാണെങ്കിലും നെതന്യാഹുവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി യുദ്ധത്തിലേക്ക് ഇറങ്ങിയത് അയാൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക. യുദ്ധം ജയിക്കാനാവാതെ നീണ്ടുപോവുകയും അമേരിക്കൻ സൈനികരുടെ മൃതദേഹങ്ങൾ തിരികെ എത്തുകയും ചെയ്യുമ്പോൾ ട്രംപിന് അമേരിക്കൻ ജനതയുടെ പിന്തുണ നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഹീറോ ആകാൻ വന്ന ട്രംപ് ഇപ്പോൾ സീറോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർത്തകൾ ഇന്ന് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.